കായംകുളം നടക്കാവ് LPSന്റെ 89ാമത് വാർഷിക ആഘോഷവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പ് ചടങ്ങും വിപുലമായി നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു. കായംകുളം നടക്കാവ് LP സ്കൂളിന്റെ 89ാമത് വാർഷികാഘോഷവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പ് നടന്നു. വാർഡ് കൗൺസിലർ അൻസാരി കോയിക്കലേത്തിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ രംഗം ഇന്ന് വളരെയേറെ മുന്നിലാണ്. ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു 2015 മുൻപ് വരെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ എയ്ഡഡ് സ്കൂളുകളിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളിലോ കുട്ടികളുടെ എണ്ണം വളരെയേറെ കുറയുകയും അത് അൺഎയ്ഡഡ് സ്കൂളുകളിലേക്ക് ആ കുട്ടികൾ ചേർക്കുന്ന ഒരു രീതിയാണ് കണ്ടത്. കാരണം പഠനത്തിൻ്റെ നിലവാരം കുറഞ്ഞെന്ന് ഞാൻ പറയില്ല, കാരണം അന്ന് ഇന്ന് പഠിപ്പിക്കുന്ന അധ്യാപകർ അങ്ങനെയാണ്. പക്ഷേ അവിടെ ഭൗതിക സാഹചര്യങ്ങൾ, അവർക്ക് പഠിക്കാനുള്ള മറ്റ് സാഹചര്യങ്ങളുടെ കുറവിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ രക്ഷകർത്താക്കൾ കൂടുതൽ സൗകര്യം കിട്ടുന്ന സ്കൂളുകളിലേക്ക് വിടുന്ന ഒരു രീതി കണ്ടിരുന്നു. പക്ഷേ ഇന്ന് അതിന് വ്യത്യസ്തമായിട്ട് പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് 2016 അധികാരമായിട്ട് സർക്കാരിൻ്റെ ഒരു നിശ്ചയദാർഢ്യത്തോടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒരു 4 വിഷനാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പൊതുവിദ്യാഭ്യാസ യജ്ഞം. ആ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ തന്നെ ഹൈടെക് ആക്കുന്നതിനും അവിടെയൊക്കെ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിനും എയ്ഡഡ് സ്കൂളുകൾക്കും എല്ലാം തന്നെ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളുടെ എണ്ണം അവിടെ വർദ്ധിപ്പിക്കാൻ കഴിയും. ഇപ്പം എനിക്ക് തോന്നുന്നു മറ്റ് സ്കൂളുകളിലൊക്കെ ഡിവിഷൻ ഫോൾട്ട് വരുമ്പോൾ നമ്മുടെ സ്കൂളുകളിലൊന്നും ഡിവിഷൻ ഫോൾട്ട് ഇല്ലാതെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് കൂടുതൽ ഇവിടെ പിന്നെ എല്ലാ സ്കൂളുകളും ഗവൺമെൻറ് ആയാലും എയ്ഡഡ് ആയാലും ഒക്കെ സ്കൂളുകളിലൊക്കെ തന്നെ ഇന്ന് കുട്ടികളുടെയൊക്കെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അവിടെ പഠനത്തിൻ്റെ മികവും വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ സ്കൂളിൽ പണ്ട് ഇംഗ്ലീഷ് മീഡിയം ഇല്ല, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നില്ല, ഹിന്ദി ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് അതൊക്കെ തന്നെ സ്പെഷ്യൽ ട്യൂഷൻ കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ അധ്യാപകരും രക്ഷകർത്താക്കളും അതിനോട് താല്പര്യമുള്ളവരൊക്കെ തന്നെ ആ മേഖലയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ആ നിലയിലുള്ള മെച്ചപ്പെട്ട പ്രവർത്തനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഞാൻ വിചാരിച്ച ഇവിടുത്തെ സ്കൂളിൻ്റെ വാർഷികമൊക്കെ കഴിഞ്ഞതാണ്. 2025 നാദധ്വനി കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് നാദധ്വനി തന്നെയാണ്. കാരണം നമ്മുടെ പിഞ്ചു കുട്ടികളെല്ലാം തന്നെ 4ാം ക്ലാസ് വരെയുള്ള സ്കൂളാണ്. 89 വർഷം പൂർത്തീകരിച്ച ഒരു സ്കൂൾ കൂടിയാണ്. സ്കൂൾ ഹെഡ് മാസ്റ്റർ ഗോപികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. സ്കൂൾ മാനേജർ ഡോക്ടർ ശിവകാമി മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ കൗൺസിലർമാരായ സുമിത്രൻ, അംബിക എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. അധ്യാപകരായ KG ലേഖ, രഞ്ജിത, BRC ക്ലസ്റ്റർ കോർഡിനേറ്റർമാരായ ഷാഹിദ, V അനിൽ ബോസ്, PTA പ്രസിഡന്റ് ജോജിമോൻ എന്നിവർ സംസാരിച്ചു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ D ഓമനക്കുട്ടൻ, VG ബിന്ദു എന്നിവർക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. പൂർവ്വ വിദ്യാർത്ഥിയും നാടൻപാട്ട് കലാകാരനുമായ സിയാദ് ഗിന്നസ്, സുനിൽ വള്ളോന്നിൽ എന്നിവർ കലാവിരുന്നൊരുക്കി. കായികമേള, ശാസ്ത്രമേള, കലോത്സവങ്ങൾ എന്നിവയിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും നടത്തി. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപ്രകടനങ്ങളും അധ്യാപികമാരും രക്ഷകർത്താക്കളും അവതരിപ്പിച്ച തിരുവാതിരയും നടന്നു. വയനാട് ദുരന്തത്തെ അധികരിച്ച് ദൃശ്യങ്ങൾ കോർത്തിണക്കി കുട്ടികൾ അവതരിപ്പിച്ച രംഗശില്പം വയനാട് ശ്രദ്ധേയമായി. CD Net News, കായംകുളം.